എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൽച്ചട്ടി കട കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോയിൽ കമൻറ്റ് ചെയ്യണ അനുഷ എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ ഇത്ര അടുത്തായിട്ട് പോലും ഈ കട അതിന് മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയണേന്ന്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബസ് പോണ ലെവലിനും താഴെയാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പെട്ടെന്ന് പാസ് ചെയ്യണം ബസ്സിൽ, അതും പാലത്തിൻ്റെ അവിടെ ഇറക്കായതുകൊണ്ട് തന്നെ വണ്ടി സ്പീഡിൽ അങ്ങോട്ട് പോകും, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നോട്ടം കിട്ടില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ വളരെ അടുത്താണ് ഭരതൻ്റെ ഓഫീസ് ഉള്ളത്. ഭരതേട്ടൻ ഡെയിലി ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ കടയുടെ മുന്നിൽ കൂടെ പോണ ആളാണ്. എന്നിട്ടും ഭരതേട്ടൻ ഈ കട കണ്ടിട്ടില്ല. ഞാൻ പണ്ടിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് കൽച്ചട്ടി വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ ആളത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഇതാണ് ഈ പോകുന്ന പാലം ഇറങ്ങി വരണ. അപ്പോൾ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ ആ ഒരു സൈഡാവില്ല. ഇപ്പോൾ KSF എന്ന് പറഞ്ഞിട്ട് ബാനർ കാണാല്ലേ, ആ ബിൽഡിങ്ങിലാണ് ഭരതേട്ടൻ്റെ ഓഫീസുള്ളത്. അതിൻ്റെ വളരെ അടുത്താണ് ഈ പാട്രാക്കിൽ ജംഗ്ഷൻ. അതുപോലെ അത്തം ഫ്ലവേഴ്സൊക്കെ അവരുടെ ഓഫീസിൻ്റെ വളരെ അടുത്താണ്. അതെല്ലാം പോട്ടെ, അത് ഇത്ര ദൂരം ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഷോപ്പ് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഷോപ്പ് കാണിച്ചതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കേരള കഫേ എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഭരതേട്ടൻ സ്ഥിരം ചായ കുടിക്കാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. ഇതാ കണ്ടോ, ഇത്ര തൊട്ടപ്പുറത്തുള്ള ഈ ഷോപ്പ് ഭരതേട്ടൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അല്ല, ഭരതേട്ടൻ കണ്ടിട്ടും കാര്യമില്ല. ഇപ്പം ഞാൻ ഭരതേട്ടൻ എനിക്കൊരു കൽച്ചട്ടി വേണം, എനിക്കൊരു കൽച്ചട്ടി മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞെങ്കിൽ ഭരതേട്ടൻ എന്ത് ചെയ്യും, ഇതല്ലേ കട എന്ന് ചോദിച്ചിട്ട് ആ കടയിലേക്ക് ചെല്ലും. അവിടുത്തെ ആ ഫസ്റ്റ് ചവിട്ടുപടിയും ഇരിക്കണില്ലേ ഒരു കൽച്ചട്ടി, ഇത് പൊതിഞ്ഞോളോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവരും. അല്ലാണ്ട് അകത്ത് കയറി നോക്കി ഇഷ്ടപ്പെട്ട മോഡലൊക്കെ നോക്കി അങ്ങനെ വാങ്ങിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭരതേട്ടൻ അതങ്ങനെ സെലക്ട് ചെയ്യുകയൊന്നും ചെയ്യില്ല. ആദ്യം എന്താ കണ്ടതെന്ന് വെച്ചാൽ അതാ പോയി അങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവരും, അത്ര തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറയാം, എനിക്ക് വലിയ സെലക്ഷനൊന്നും അറിയില്ലടി, കല്യാണം അന്വേഷിക്കുമ്പോഴും കല്യാണം കഴിക്കുമ്പോഴും എനിക്ക് തന്നെ പറ്റിയ ആദ്യം കണ്ടു, പിന്നെ വലിയ നോക്കാനൊന്നും പോയില്ല, അതിനെ കിട്ടിക്കൊണ്ട് വന്നു. അതുപോലെ തന്നെ അത്ര എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഒരു ചെറിയ പായസം വയ്ക്കാനാണ് കേട്ടോ. പായസം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പായസമൊന്നുമല്ല. നമുക്ക് പായസം കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കണ ഒരു എന്താ പറയുക, തട്ടിക്കൂട്ട് പായസമാണ്. അതായത് നമ്മുടെ കട്ട പായസമായിട്ട് പാലെടുക്കുക, തേങ്ങ തിരുമ്പുക, അങ്ങനത്തെ പണികളൊന്നും ചെയ്യാതെ പെട്ടെന്ന് നിന്നാൽ ഒരു പായസം കുടിച്ചൊരു ഫീലും കിട്ടണം. അപ്പോൾ ഇന്ന് പൂരമല്ലേ, പൂരം എന്ന് വെച്ചാൽ ശരിക്കും മാളുവിൻ്റെ ഇടപ്പിറന്നാളാണ്. മാള് പൂരനാളാണ്, പക്ഷേ വൃശ്ചിക മാസത്തിലാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഒന്നര ചെറിയ സദ്യ ഒരുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പായസം ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3/4 ഗ്ലാസ് കപ്പില്ലേ, 3/4 കപ്പ് ഇട്ടിട്ടുള്ളൂ. കാരണം ലച്ചു ഇത് കഴിക്കില്ല, ഭരതനും വളരെ കുറച്ച് കഴിക്കുള്ളൂ, ഞാനും ആളും മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇവിടെ അടുത്തൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കണം, അപ്പുറം വീടുകളിലും അങ്ങനെയൊക്കെ കുറേശ്ശെ കൊടുത്തിട്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്ത്. അപ്പോൾ അതിൽ പച്ചവെള്ളം ചോദിക്കാതിരിക്കാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കൂട്ടാ. അതുപോലെ തന്നെ നമ്മളവിടെ ശർക്കര ഉരുക്കി അരിച്ച് വയ്ക്കും. കാരണം അത് അടയുണ്ടാക്കാനും അവിൽ വിളയിക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കേടാനുണ്ടാകുന്ന വിചാരിച്ചിട്ട് ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അതുപോലെ അപ്പുറത്ത് ഒരു 1/2 കിലോ ശർക്കര ഞാൻ ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് അരിച്ചെടുത്തതിന് ഒരു ചെറിയ കപ്പ് 1.5 കപ്പോളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, 1.5 കപ്പും ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ വളരെ കുറച്ചിലിടുള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അത് പൊടിയരി പോലത്തെയാണ്, എൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ചേച്ചി തന്നു വിട്ടതാണ്, വീട്ടിലുണ്ടായ ഉണങ്ങലരിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ അത് നുറുക്ക് അരിയാണ്, നല്ല കുഞ്ഞു അരിയായിട്ട്. അപ്പോൾ പായസത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി, ഇതിലേക്ക് നമ്മൾ കുറേ ചുക്കും ജീരകം അങ്ങനത്തെ ഒന്നും ഇടില്ല, ജസ്റ്റ് ഏലക്കായ മാത്രമേ പൊടിച്ചിടുള്ളൂ. പിന്നെ നെയ്യ് ചേർക്കും. അങ്ങനെ ശർക്കര ഓൾറെഡി ഉരുക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉരുക്കാതെ ചേർക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ കൽച്ചട്ടി കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ. പക്ഷേ ഞാൻ വിചാരിച്ചു കൽച്ചട്ടി ഇനിയൊന്ന് മയക്കി എടുക്കണമല്ലോ. അപ്പോൾ ആ മയക്കണ വീഡിയോൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കാം അവിടെ എന്താ കടയിൽ നിന്ന് വാങ്ങിച്ചെന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ച് കാണിച്ചു തരാം. പിന്നെ ചട്ടി മയക്കണ പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കൽച്ചട്ടി മയക്കി എടുക്കാൻ പറ്റില്ല, കുറച്ച് സമയമുണ്ട്. ഒരു 4-5 ദിവസം ആ പ്രോസസ്സ് ചെയ്യണം, അപ്പോഴാണ് കറക്റ്റായിട്ട് മയങ്ങി വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മളിത് അടുപ്പിൽ വെക്കാൻ പോകുന്ന സംഭവമാണ്. അപ്പോൾ അടുപ്പിൽ ചൂട് കൊണ്ട് അത് ഇങ്ങനെ വിണ്ട് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് മയക്കി എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് മയക്കണ പ്രോസസ്സ് ഓരോ ദിവസമായിട്ട് വീഡിയോ പിടിച്ചിട്ട് അതിൻ്റെ ദിവസം കഴിഞ്ഞിട്ടൊക്കെ വേണമല്ലോ വീഡിയോ കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലക്ക ഒരു 3-4 ഉണ്ട്. അതൊന്ന് നൈസായിട്ടല്ല, അത്യാവശ്യം തരിതരിപ്പായിട്ടായാലും പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയിലൊന്നും പൊടിക്കണില്ല, ഇടികല്ലിൽ ജസ്റ്റ് ഇട്ട് 4 ഇടി ഇടിച്ച് എടുക്കണമല്ലോ കേട്ടോ. അപ്പോൾ ഭരതേട്ടൻ പെണ്ണ് കാണാൻ വന്ന കഥ പറഞ്ഞില്ലേ, പെണ്ണ് കാണാൻ വന്നതല്ല, നമ്മളതൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് പേര് ചേച്ചിയുടെ ലവ് മാരേജ് ആണോ, ലവ് മാരേജ് ആണെങ്കിൽ ലവ് സ്റ്റോറി പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കമൻറ്റുകൾ വരും. അപ്പോൾ ഞാനിടയ്ക്ക് ഭരതനോട് പറയും, ഭരതേട്ടൻ ഇങ്ങനെ ചോദിക്കേണ്ടത്. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, നീ പറഞ്ഞോടി നമ്മുടെ ലവ് മാരേജ് അത് നീ പറഞ്ഞു, എന്നിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട്, ഞാനാണെങ്കിൽ കുറേശ്ശെ കഥയൊക്കെ എഴുതുമല്ലോ, അപ്പോൾ നീ ആലോചിച്ചിരുന്ന ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഇട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചില ആൾക്കാരെങ്കിലും വിശ്വസിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരതേട്ടൻ്റെ ചേച്ചീനെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തേക്കും, എൻ്റെ ചേച്ചീനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഭരതൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കും, പക്ഷെ സത്യം അതല്ല എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇനിയുള്ള വെള്ളം നമ്മൾ ഇതിങ്ങനെ അടച്ച് മൂടി വയ്ക്കും. അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളം വറ്റും. അങ്ങനെ നല്ല കട്ട പായസമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഒരു ഇളം ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ കുറേ അധികം ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല. നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തികയരുത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് എടുത്തു കേട്ടോ, അതാണ് ഇത്ര അളവ് കുറഞ്ഞിരിക്കണേ. അപ്പോൾ അതാ നമുക്ക് അപ്പോൾ അത് വറ്റി കുറുകിയിട്ട് ഇതുപോലെ തന്നെ ഒരു ടൈറ്റായിട്ടുള്ള പരിവായിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ഞാൻ വിറക് എടുത്തു വയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിറക് ഞങ്ങൾ കീറാൻ ആളെ വിളിക്കില്ല, അത് കട്ട് ചെയ്യാൻ കട്ടിങ് മെഷീൻ മേടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മരക്കമ്പനിയിൽ നിന്നൊക്കെ മേടിക്കണ വേസ്റ്റ് പൊറോട്ട് എന്ന് പറയുന്ന ടൈപ്പിൽ അങ്ങനത്തെയൊക്കെയാണ്. ഇതാണ് കേട്ടോ കട്ട് ചെയ്യണ മെഷീൻ. ഇപ്പം വിറക് കട്ട് ചെയ്യണത് ഇങ്ങനെയല്ല, ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണതാണ്. അപ്പോൾ ആ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വലിയ ഉരുണ്ടിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് വിറകൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. വെറുതെ ജസ്റ്റ് ഇങ്ങനെ നീളനീള വിറകൊക്കെ മുറിച്ചെടുക്കാമെന്ന് മാത്രം. ഞാൻ അന്ന് അത്ര സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പൂരത്തിൻ്റെ അന്ന് വൈകിട്ട് പോകാൻ കേട്ടോ. പകൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ലച്ചുവിന് ചെറിയ പനിയുടെ ഒരു വയ്യായ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും മാറി. പക്ഷേ ആ വെയിലും കൂടി കൊണ്ട് അത് കൂടുതലാവുള്ളൂ, ഭയങ്കര വെയിലും അല്ലായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മിക്ക പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യാറ്, വൈകുന്നേരം പോവും. അല്ലെങ്കിൽ പിറ്റേ ദിവസം പകൽപ്പൂരം ഉണ്ടാവുമല്ലോ, അപ്പോൾ പകൽപ്പൂരത്തിന് പോവും. രണ്ടിനും കൂടി പോകാറില്ല കേട്ടോ, ഏതെങ്കിലും ഒന്നിന് പോവും. അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഞങ്ങൾ ഓട്ടോയിലാണ് പോകണത്. അപ്പോൾ ഭരതേട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആൾ പാട്രാക്കിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്താറാവുന്ന സമയത്തേക്ക് ഫോൺ വിളിച്ചാൽ ടൗണിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ കുടമാറ്റമൊക്കെ നടക്കുന്ന ടൈമായിരുന്നു ഞങ്ങൾ ചെന്നത്. അപ്പോൾ കുടമാറ്റത്തിൻ്റെ അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇതുണ്ടല്ലോ റോബോട്ടിക് ആനയാണ്, അതിൻ്റെ മേലേക്ക് ഏണി വെച്ചിട്ടുണ്ടല്ലേ, അതുപോലെ കയറിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കയറി സെൽഫി എടുക്കാം, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ശരിക്കും ആന തന്നെയെന്ന് വിചാരിക്കും, ഒറിജിനൽ ആനയെന്ന് വിചാരിക്കും. അപ്പോൾ ടൗണിൽ മൊത്തം ഫുള്ള് ജനത്തിരക്കാണ് കേട്ടോ, ഫുള്ള് ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ആംബുലൻസും കാര്യങ്ങളും പോലീസിൻ്റെ വണ്ടിയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം എന്താ കണ്ടോ, ഇങ്ങനെ ടി വിയിൽ ലൈവായിട്ട് കുടമാറ്റമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സന്ദേശ സിനിമയിൽ ജയറാം പറയണില്ലേ, സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ പോയിട്ട് അവിടെയൊക്കെ നല്ല ജനത്തിരക്കായിരുന്നു, പുറത്തുള്ള ടി വിയിലൊക്കെ ക്ലിയർ കുറവായിരുന്നു എന്ന്. അതുപോലെ നമുക്ക് കുടമാറ്റത്തിൻ്റെ ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷേ ഈ പുറത്തുള്ള ടി വിയിൽ കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ അങ്ങനെ ടി വിയിൽ കാണിക്കുന്നതല്ല കേട്ടോ, ഈ സി കേരളോ അങ്ങനെ എന്തോ ചാനലിൽ കാണിക്കണത് വലിയ സ്ക്രീനിൽ അവിടെ ഡിസ്പ്ലേ കാണിക്കുകയാണെന്ന് മാത്രം. അപ്പോൾ അതാ എല്ലാവരും ഈ കുടമാറ്റം കാണാൻ വന്നവരൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ അടിപ്പടി തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് റൗണ്ടൊക്കെ ഒന്ന് ഒരു 2 റൗണ്ടൊക്കെ കറങ്ങി, അതുപോലെ തന്നെ തേക്കിൻകാടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി, അങ്ങനെ കുറേ നേരം കറങ്ങി പിന്നെ അങ്ങ് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ കുറേ ആനകളുടെ പൂരമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അതുപോലെ ഒരുപാട് കച്ചവടക്കാർ, ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു പാവകളെയൊക്കെ. അത് ഇത്രയും തിരക്കിൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നും. ഒരാന ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരാന കോലൊക്കെ വെച്ചിട്ടുള്ള ഒരു ആനയാണ്, ഭയങ്കര സ്പീഡിൽ, അതായത് ഓടണ പോലെ തന്നെ ഭയങ്കര സ്പീഡിലാണ് പോണേ. അപ്പോൾ എന്തൊരു റിസ്ക്കാണ്, എനിക്ക് ഭയങ്കര പേടി തോന്നി പെട്ടെന്ന്, കാരണം ഇത്രയും ആൾക്കാരുണ്ട്.
അപ്പോൾ ആനെങ്ങാനും ഓടിക്കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാണ്. പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ ഉള്ളിലെന്തോ പൂരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 5-6 ആനകളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് കടന്നു പോയി. അപ്പോൾ അതാ കണ്ടില്ലേ, പന്തലും അമ്പലും ഒക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എവിടെ നോക്കിയാലും നല്ല ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ചെറിയ ഇങ്ങനൊരു 4 ആനകളുണ്ടായിരുന്നു തോന്നുന്നു. ഒരു എഴുന്നള്ളിപ്പ് പോലെ അവിടേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ പൂരം പിന്നെ പിറ്റേ ദിവസം പകൽപ്പൂരത്തിന് പോയില്ല കേട്ടോ. പൂരം കഴിഞ്ഞിട്ടും ഒരുപാട് സമയം കഴിഞ്ഞിട്ട് വെടിക്കെട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സാധാരണ ഉച്ചത്തെ വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് വരാറുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കും, ഭക്ഷണം കുറച്ചധികം കറികളൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അങ്ങനെ വന്നിട്ട് വെയിൽ കൊണ്ട് വിശന്ന് വയ്യാതെ വന്ന് കയറിയിട്ട് നല്ല അടിപൊളി ഫുഡ് അടിക്കും. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിക്കൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 1.5 ദിവസമൊക്കെ ആയിരുന്നു ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ 2-3 റൗണ്ടൊക്കെ ചുറ്റിക്കറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വയ്യാതെ. അപ്പോൾ ഇത്രയും സമയം ഡ്യൂട്ടിയിലൊക്കെ നിൽക്കണം, അവരുടെ കാര്യം സമ്മതിക്കണമല്ലേ. അപ്പോൾ അതാ മാളു ജസ്റ്റ് ഫോണൊക്കെ പിടിച്ച് കുറച്ച് വീഡിയോസൊക്കെ പിടിക്കാൻ കേട്ടോ. ഇവിടെ സ്ഥിരം എല്ലാ പൂരങ്ങളിലും കാണുന്ന പോലെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളും അതുപോലെ തന്നെ വായി നോക്കി അത് കൂടെ അങ്ങനെ നടന്നു പോയി. ഇപ്പോൾ നമ്മൾ ബിനി റെസ്റ്റോറൻ്റ് ഇല്ല, അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ടിലേക്കൊന്നും ബസ്സൊന്നും കയറില്ല. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോയിൽ കയറി വീട്ടിൽ പോന്നു. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ബായ്.